തിരുവനന്തപുരം കഴക്കൂട്ടത്ത് വയറിലെ കൊഴുപ്പ് നീക്കൽ ശസ്ത്രക്രിയയെ തുടർന്ന് യുവതിക്ക് കൈകാൽ വിരലുകൾ നഷ്ടപ്പെട്ടതിൽ ശസ്ത്രക്രിയയിൽ പിഴവ് സംഭവിച്ചിട്ടില്ലെന്ന മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട് എത്തിക്സ് കമ്മിറ്റി തള്ളി. വീണ്ടും വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാനും നിർദ്ദേശം നൽകി. ചികിത്സാ പിഴവുണ്ടെന്ന കുടുംബത്തിന്റെ ആരോപണവും മെഡിക്കൽ ബോർഡ് പരിഗണിച്ചിരുന്നില്ല. വിവരങ്ങളുമായി ഷിജോ കുര്യൻ ചേരുന്നുണ്ട്. ഷിജോ, എന്തൊക്കെയാണ് വിവരങ്ങൾ? കൂട്ടത്ത് ഒരു സ്വകാര്യ കോസ്മെറ്റിക് ക്ലിനിക്കിൽ കൊഴുപ്പുമാറ്റൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകേണ്ടി വരികയും പിന്നീട് ഈ വിധേയമായ പെൺകുട്ടിക്ക് കൈകാലിലെ വിരലുകൾ മുറിച്ചു മാറ്റുകയും പിന്നീട് അതീവ ഗുരുതരാവസ്ഥയിലും ആകുകയും ചെയ്ത സംഭവത്തിൽ ആ സംഭവം വിവാദമായതാണ്. അതിന് പിന്നാലെ ഇക്കാര്യം അന്വേഷിക്കാനായിട്ട് ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചുകൊണ്ട് അന്വേഷണം നടത്തി വരികയായിരുന്നു. ഇപ്പോൾ ഈ മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ട് പ്രകാരം ശസ്ത്രക്രിയയിൽ പിഴവ് സംഭവിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് മെഡിക്കൽ ബോർഡ് റിപ്പോർട്ടിൽ പറയുന്നത്. മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട് അല്പസമയം മുമ്പാണ് എത്തിക്സ് കമ്മിറ്റിക്ക് സമർപ്പിച്ചത്. തിരുവനന്തപുരം DMOയും അതുപോലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറും മറ്റ് ഫോറൻസിക് സർജനും അടക്കമുള്ള ആളുകളുള്ള എത്തിക്സ് കമ്മിറ്റിക്ക് മുമ്പാകെയാണ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചത്. ഈ റിപ്പോർട്ടിൽ ശസ്ത്രക്രിയയിൽ പിഴവ് സംഭവിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്. BP കൂടിയപ്പോൾ കൃത്യമായിട്ടുള്ള ചികിത്സ നൽകുന്നതിൽ കാലതാമസമുണ്ടായി, അതുപോലെ വിദഗ്ധ ചികിത്സ നൽകുന്നതിലും വലിയ തരത്തിലുള്ള വീഴ്ചയുണ്ടായി എന്നുള്ള കാര്യം മാത്രമാണ് പറയുന്നത്. അതല്ലാതെ ഒരു തരത്തിലുമുള്ള പിഴവ് ശസ്ത്രക്രിയയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യമാണ് മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ടിലുള്ളത്. ഈ റിപ്പോർട്ട് എത്തിക്സ് കമ്മിറ്റി തള്ളുകയും വിശദമായിട്ടുള്ള അന്വേഷണം നടത്തി വീണ്ടും സമഗ്രമായിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കാനും ഇപ്പോൾ എത്തിക്സ് കമ്മിറ്റി മെഡിക്കൽ ബോർഡിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്ന് തന്നെ പോലീസിന് ഈ റിപ്പോർട്ട് കൈമാറുമെന്നുള്ള വിവരം നമുക്ക് ഇന്നലെ ലഭിച്ചതാണ്. പക്ഷെ അത് പ്രകാരമുള്ള റിപ്പോർട്ടായിരുന്നു മെഡിക്കൽ ബോർഡ് തയ്യാറാക്കിയത്. പക്ഷെ ആ റിപ്പോർട്ടിൽ ഈ പറയുന്നത് പോലെ ചികിത്സാ പിഴവിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. മറ്റ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചികിത്സ നൽകുന്നതിൽ മാത്രമാണ് ചില വീഴ്ചകൾ ഉണ്ടായത്. മറ്റ് ശസ്ത്രക്രിയയിൽ ഒരു തരത്തിലുള്ള പിഴവ് സംഭവിച്ചില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്. എന്തായാലും ഈ റിപ്പോർട്ട് എത്തിക്സ് കമ്മിറ്റി നിലവിൽ തള്ളി വിശദമായിട്ടുള്ള അന്വേഷണം നടത്തി ഒരു സമഗ്രമായിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കാൻ മെഡിക്കൽ ബോർഡിന് എത്തിക്സ് കമ്മിറ്റി നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. അക്ഷയ, ശരി.